ശ്രീ സതീഷ് ഗോപി പ്ലീസ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഇവിടെ 24,000 കണ്ടെയ്നർ കയറ്റുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ എവർഗ്രീൻ വന്നാൽ അത്രയും ഔട്ട്പുട്ട് നമുക്കുണ്ടാകുമെന്ന്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിഴിഞ്ഞത്ത് വന്നിറങ്ങുന്ന കണ്ടെയ്നർ, വിഴിഞ്ഞത്ത് നിന്ന് കയറിപ്പോകുന്ന കണ്ടെയ്നർ കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മൊത്തമാണ്. ഇതിന് ഇവിടുത്തെ മാക്സിമം ഔട്ട്പുട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1 മില്യൺ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് പറഞ്ഞിരിക്കുന്നത്. 1 മില്യൺ കണ്ടെയ്നർ പിന്നീട് വിഴിഞ്ഞം ആദ്യത്തെ ഒരു ഫേസിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ 2, 3, 4 പിന്നീട് തുറമുഖത്തിൻ്റെ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ 2028 പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2028 പൂർത്തീകരിക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് വിഴിഞ്ഞത്തിന് കൈകാര്യം ചെയ്യാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം എത്ര നമുക്ക് നോക്കാം. പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായ ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ മൊത്തം പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന, ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന കാർഗോയേക്കാൾ കൂടുതലാണ്. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ പറയുമ്പോൾ നമ്മൾ ആ രീതിയിലോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിന് സംശയത്തിന് ഇടം നൽകുന്നില്ല. കാരണം ഇത് ഇന്ത്യയിലേക്ക് മൊത്തം പോകേണ്ടതാണ്. മറ്റ് രാജ്യങ്ങളിലേക്കും പ്ലസ് റോഡ് മാർഗവും റെയിൽ മാർഗവും ഇന്ത്യക്കകത്തേക്കും ഇന്ത്യയിലെ മറ്റ് പോർട്ടുകളിലേക്കുള്ള ട്രാൻസ്ഷിപ്മെൻ്റായിട്ടും ഇത് വിഭാവനം ചെയ്തു വരുന്നു. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അത് പിന്നെ റെജി ലൂക്കോസ് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിനോട് കൂടി ചേർന്നിട്ട് ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി നമ്മൾ തുടങ്ങണം. ആ തുടങ്ങുന്നതിൽ ഇതുപോലെ നാട്ടിക്കൽ സയൻസും മറൈൻ എഞ്ചിനീയറിങ്ങും ഒക്കെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ച് ആൾക്കാരെ, കുട്ടികളെ സജ്ജമാക്കി നിർത്തണം. അങ്ങനെ സജ്ജമാക്കി നിർത്തിയാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ പങ്കാളികളാവാനും അവർക്ക് ഭാരതത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ പങ്കാളികളാവാനും സാധിക്കും. അത് രണ്ടാമത്തെ പോയിന്റ്. അതിനൊപ്പം തന്നെ നമ്മൾ എത്രയോ കൊല്ലമായി പറയുന്ന ഇൻലാൻഡ് നാവിഗേഷൻ, മഹാരാജാവിൻ്റെ കാലത്ത്, ഞാൻ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയമായിട്ടല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. മഹാരാജാവിൻ്റെ കാലത്ത് നമ്മളെ വർക്കല വഴി നേരെ കൊല്ലം, അതുവഴി നേരെ അങ്ങ് കൊടുങ്ങല്ലൂർ വരെ നമ്മൾ ഇൻലാൻഡ് നാവിഗേഷൻ പോയിരുന്നു. ആ ഇൻലാൻഡ് നാവിഗേഷൻ കേരളത്തിന് ഏറ്റവും ഇതാണ്. റെജി ലൂക്കോസ് സാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പൂർത്തിയായി കഴിഞ്ഞാൽ റോഡ് വഴിയുള്ള ഗതാഗതം നമുക്ക് ഒരു പരിധി വരെ ഗതാഗതക്കുരുക്ക് നമുക്ക് ഒഴിവാക്കാം. ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. കണ്ടെയ്നർ ഇൻലാൻഡ് നാവിഗേഷനിലൂടെയും ഈസി ആയിട്ട് പോകും. ആ ഒരു കാര്യത്തിനും കൂടെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകണം. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, കേരളത്തിലെ ആവശ്യമായ വ്യവസായ സ്ഥാപനങ്ങൾ, ഇപ്പോൾ കണ്ടെയ്നർ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ആണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സാറിനത് നോക്കാം, നമ്മുടെ ഇന്ത്യ ടുഡേയിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ഷോർട്ടേജ് വരുന്നുണ്ട്. ആ കണ്ടെയ്നർ ഷോർട്ടേജ് വരുന്നത് നമ്മുടെ ഈ കയറ്റുമതി ഇറക്കുമതിയെ ബാധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് വന്നു. പണ്ട് നമ്മുടെ എറണാകുളത്ത് അരൂരിലെ ബാൽമർ ആൻഡ് ലാവറി കമ്പനിയുടെ ഒരു കണ്ടെയ്നർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ പൂട്ടിപ്പോയി. കാരണം ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം എന്തോ ആയിക്കോട്ടെ. പക്ഷേ അതേപോലെ ഒരു 10-20 യൂണിറ്റ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതിന് അനുബന്ധമായിട്ടുള്ള വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ അതിനാണ് കൊടുക്കേണ്ടത്. കണ്ടെയ്നർ വളരെ കൂടിയ വിലയ്ക്കാണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. അത് മാറണം. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആവണം. നമ്മുടെ കേരളത്തിലെ ഉദ്യോഗങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രാമുഖ്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഷിപ്പിനും വെള്ളം സപ്ലൈ ചെയ്യാനുള്ള, അതായത് പ്യുവർ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ മാംസം കൊടുക്കാനും മുട്ട കൊടുക്കാനും പാല് കൊടുക്കാനും പച്ചക്കറി കൊടുക്കാനും ഒക്കെ ഇപ്പോഴേ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഒരു ഷിപ്പ് വന്ന് നിൽക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും, അതിന് നമ്മൾ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ സ്വയം സജ്ജമാകണം. അത് മാത്രമല്ല, ഒരു ഷിപ്പ് വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ ഡക്കിൽ വരുന്ന ബിൽജ് ഓയിൽ, ആ ബിൽജ് ഓയിൽ ക്ലീൻ ചെയ്ത് മാറ്റുന്നെങ്കിൽ ഒരു മണിക്കൂറിന് $60 മുതൽ $80 വരെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു മണിക്കൂറിന് $60 മുതൽ $80 കിട്ടുക എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആളിന് എത്ര ഡോളർ? കാരണം ഷിപ്പിലെ എല്ലാം എന്ന് പറഞ്ഞാൽ രൂപയിലല്ല, ഡോളറിലാണ്. അതിനൊക്കെ നമ്മൾ ആൾക്കാരെ സജ്ജമാക്കി നിർത്തിയാൽ നമ്മുടെ നാട്ടിൽ നിന്നും തൊഴിൽ തേടി പോകുന്ന, വിദേശത്തോട്ട് പോകുന്ന ആൾക്കാരെ മൊത്തം നമുക്ക് വിഴിഞ്ഞത്തിലോട്ട് ഫോക്കസ് ചെയ്യിക്കാൻ കഴിയും. നമുക്ക് ആരും ഇവിടെ വിദേശത്ത് നിന്ന് ഇവിടെ ആള് വേണ്ടി വരും സാർ. ഇത് ഞാൻ പറയുന്നത് മുഖവിലേക്ക് എടുക്കണം, ഇത് ചിരിച്ചു കളയണ്ട. വിഴിഞ്ഞം പൂർണ്ണ ശക്തിയിലാവുമ്പോൾ, നിക്കോബാറിൽ മദർ പോർട്ട് വരുമ്പോൾ വെളി രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരും.
ജോലി ചെയ്യാൻ ആൾക്കാർ വരും. ഇത് അടിവരയിട്ട് സാറ് അത് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്തായാലും എത്രയോ നിരവധി നല്ല നിർദ്ദേശങ്ങളാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. അതായത് ഈ തൊഴിലവസരങ്ങളുടെ ഒരു മഹാസാഗരത്തിലാണ് ഇന്നിപ്പോൾ മദർഷിപ്പ് നങ്കൂരമിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ ആ സാധ്യതകളൊക്കെ നമ്മുടെ ഭരണകൂടം പ്രയോജനപ്പെടുത്തും. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മരിടൈം യൂണിവേഴ്സിറ്റി